പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ലെന്നും അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ തീവ്രവാദത്തെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല. ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല. വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ല. അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കും, മോദി പറഞ്ഞു. ഇന്ത്യൻ സായുധ സേനകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇന്ത്യ ഇത്രയും വലിയ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരരുടെ കെട്ടിടങ്ങൾ മാത്രമല്ല, അവരുടെ ധൈര്യം കൂടിയാണ് തകർന്നത്. ബഹവൽപൂർ, മുരിഡ്കെ പോലെയുള്ള ഭീകര കേന്ദ്രങ്ങൾ ആഗോള ഭീകരവാദത്തിന്റെ സർവകലാശാലകളാണ്. 9/11 പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു.